സ്പോട്ട് ലൈവ് തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ SITക്ക് വീഴ്ച. സ്വർണം ചെമ്പാക്കിയ മിനിറ്റ്സിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയില്ല. പത്മകുമാറിനെതിരായ നിർണായക തെളിവിലാണ് മെല്ലെപ്പോക്ക്. പത്മകുമാറിന്റെ കയ്യക്ഷരം പരിശോധിക്കാൻ സാമ്പിൾ ശേഖരിച്ചത് 3 ദിവസം മുൻപ് മാത്രമാണ്. ഇതിനിടെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. മുനകം അജുകുമാറിന്റെ മൊഴിയെടുത്തു. അതിനിടെ തിരുവല്ല ബാങ്കിലെ നിക്ഷേപം തന്ത്രി കണ്ഠര് രാജീവർ ചോദ്യം ചെയ്യലിൽ മറച്ചുവെച്ചതായി SIT കണ്ടെത്തി. പണം നഷ്ടപ്പെട്ടിട്ടും തന്ത്രി പരാതി നൽകിയില്ല. 2.5 കോടിയുടെ ഉറവിടം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് SIT. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, തുടക്കം മുതൽ തന്നെ ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കമുണ്ടെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് എതിരായിട്ടുള്ള തെളിവുകളാണ്. അതിൻ്റെ അന്വേഷണത്തിൽ SITക്ക് വീഴ്ച പറ്റി. അതായത് പത്മകുമാറിൻ്റെ കയ്യക്ഷരം പരിശോധിക്കാനുള്ള സാമ്പിൾ ശേഖരിച്ചതുപോലും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണെന്നാണ് പറയുന്നുണ്ട്. ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ കേസിൽ? ഈ പലരെയും ഉന്നതരെ അല്ലെങ്കിൽ പത്മകുമാറിനെ പോലുള്ള ഉന്നതരെ സംരക്ഷിക്കാനുള്ള നീക്കമാണോ SITയുടെ ഭാഗത്തു നിന്നുള്ളത്? ടോം, മുരാരി ബാബുവിന് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവിക ജാമ്യമാണ് കിട്ടിയത്. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. ഭാഗികമായുള്ള കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചിരുന്നെങ്കിൽ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അവിടെ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി SIT കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന ആക്ഷേപമാണ് ശക്തമായത്. ഇപ്പോൾ മറ്റൊരു വീഴ്ച കൂടിയാണ് പുറത്തു വരുന്നത്. SIT ഇതുവരെ ഈ മഹസറിലെ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയ്ക്ക് തുനിഞ്ഞില്ല എന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു. 3 ദിവസം മുൻപ് മാത്രമാണ് പത്മകുമാറിൻ്റെ കയ്യക്ഷരം അതിൻ്റെ സാമ്പിൾ ശേഖരിച്ചുള്ള പരിശോധനയ്ക്ക് SIT തയ്യാറായത്. നേരത്തെ തന്നെ ഈ ചെമ്പ് പാളികൾ എന്ന് എഴുതിയത് രേഖയിൽ മഹസറിൽ അങ്ങനെ രേഖപ്പെടുത്തിയത് പത്മകുമാറാണെന്ന വിവരം പുറത്തു വന്നിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഈ മെല്ലെപ്പോക്ക് സംഭവിച്ചു, ഇതിലൊരു കാലവിളംബം ഉണ്ടായി എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. അവിടെയാണ് ഈ പ്രതിപക്ഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉന്നയിക്കുന്ന ആക്ഷേപം കൂടുതൽ മൂർച്ചയുള്ളതായി മാറുന്നത്. അവിടെ പറയുന്നത് ഈ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി SITക്ക് മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന കാര്യമാണ്. വലിയ ഇടപെടൽ ഈ SITക്ക് മേൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല എന്ന കാര്യമാണ്. മാത്രവുമല്ല, ഹൈക്കോടതി പല ഘട്ടങ്ങളിലായി SITയെ വിമർശിക്കുന്ന സാഹചര്യവും ഉണ്ടായി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് തന്നെ നേരിട്ട് ഇതിലെ പ്രതികളുടെ ആരോഗ്യനില സംബന്ധിച്ച റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിനിടെ ഒരാഴ്ച മുൻപ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതായ വിവരം പുറത്തു വന്നിട്ടുണ്ട്. പ്രശാന്തിൽ നിന്ന് നേരത്തെ മൊഴിയെടുത്തതാണ്. വീണ്ടും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് അംഗം അജികുമാറിൽ നിന്നും അങ്ങനെ മൊഴി രേഖപ്പെടുത്തി. 2019 സ്വർണ്ണപ്പാളികൾ കടത്തിയത് മറച്ചുവെക്കുന്നതിന് വേണ്ടി 2025 വീണ്ടും മറ്റ് പാളികൾ കൊണ്ടുപോയി, അതായത് ആദ്യം കൊണ്ടുപോയ പാളികൾക്ക് പകരം കൊണ്ടുവച്ച പാളികൾ വീണ്ടും അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി എന്ന കണ്ടെത്തലാണ്. ഇത് ആദ്യത്തെ കൊള്ള മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നു എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് വീണ്ടും ചോദ്യം ചെയ്തത്. മറ്റൊരു കാര്യം വരുന്നത് ഈ SITയിൽ നിന്ന് ചില വിവരങ്ങൾ തന്ത്രി മറച്ചുവെച്ചതുമായി ബന്ധപ്പെട്ടാണ്. തിരുവല്ലയിലെ ബാങ്കിൽ 2.5 കോടിയുടെ നിക്ഷേപം തന്ത്രി കണ്ഠര് രാജീവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിക്ഷേപത്തെക്കുറിച്ച് ചോദ്യം ചെയ്യലിൽ ഒരു കാര്യവും പറഞ്ഞില്ല. മാത്രമല്ല, ഈ ബാങ്ക് ഇടയ്ക്ക് അത് സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്തു. അങ്ങനെ ഈ 2.5 കോടി രൂപ നഷ്ടപ്പെടുന്ന നിലയുണ്ടായി. പക്ഷേ ഈ പണം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് തന്ത്രി എവിടെയെങ്കിലും പരാതിപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ടാണ് ഈ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുള്ളത്. തിരുവല്ലയിലെ ബാങ്കിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ സാമ്പത്തിക ഇടപാട്, ഇതിൻ്റെ സ്രോതസ് എവിടെയാണ്, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുള്ളത്. ടോം. വിനോദ്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം തന്ത്രി കണ്ഠര് രാജീവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയ പണത്തിൻ്റെ ഉറവിടമാണ്. അത് ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്നും അതിൻ്റെ വിഹിതം കിട്ടിയെന്നാണോ കരുതുന്നത്, അതോ മറ്റെന്തെങ്കിലും ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ?
ടോം, ഈ കേസിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാം അടിമുടി ദുരൂഹമാണ്. ഓരോരുത്തരുടെയും ഇടപെടലും വളരെ ദുരൂഹമാണ്. ഇതിൻ്റെയൊക്കെ ഗൂഢാലോചനകൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെയും ഇതിൻ്റെ ഒരു അറ്റം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി സ്വർണം കവർച്ച ചെയ്യപ്പെട്ടു. അതിൻ്റെ മൂല്യം, സ്വർണം വിൽക്കുന്നതിൻ്റെ മൂല്യം എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ശബരിമലയിൽ നിന്നുള്ള ഏറ്റവും അമൂല്യമായ വസ്തുക്കൾ എന്നതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ലഭിക്കുന്നൊരു മൂല്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വലിയ തുകയ്ക്ക് കോടാനുകോടികൾ വിലമതിക്കുന്ന തരത്തിലേക്കുള്ള ഇടപാട് എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ വരുന്നത്. 500 കോടി രൂപയുടെയെങ്കിലും ഇടപാട് നടന്നിട്ടുണ്ടെന്ന നിഗമനത്തിലേക്കൊക്കെയാണ് നേരത്തെ അന്വേഷണ സംഘം എത്തിയത്. ഏതായിരുന്നാലും ഇതിൻ്റെ ഒരു അറ്റം കണ്ടുപിടിക്കാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ആരാണ് ഇത്തരം സ്വർണം കൈപ്പറ്റിയത്, ഈ അമൂല്യ വസ്തുക്കൾ കൈപ്പറ്റിയത്, പിന്നെ അത് എങ്ങോട്ട് പോയി എന്നതിൽ ഇതുവരെ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അവിടെയാണ് കേന്ദ്ര ഏജൻസികളുടെ കടന്നുവരവ് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. മുരാരി ബാബുവിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും ഇപ്പോൾ പുറത്തിറങ്ങിയെങ്കിലും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് ED തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ വീണ്ടും അറസ്റ്റിലേക്ക് പോവുകയും മുരാരി ബാബുവിനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യാനുള്ള ഒരു നീക്കം കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെയാണ് മറ്റ് പ്രതികൾക്ക് ഇനി ജാമ്യം ലഭിക്കുന്ന സാഹചര്യവും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഉണ്ടാകും. കുറ്റപത്രം സമർപ്പിക്കാത്തിടത്തോളം കാലം മറ്റുള്ളവർക്ക് 90 ദിവസം കഴിയുമ്പോൾ കോടതി സ്വാഭാവിക ജാമ്യം അനുവദിക്കും. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം കൂടുതൽ കടുപ്പമുള്ളതാകും. സർക്കാർ അതിന് മറുപടി പറയേണ്ടി വരും. എന്തുകൊണ്ട് ഇതുവരെയുള്ള അന്വേഷണം ഉൾപ്പെടുത്തി, ആ വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നില്ല? ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമായിട്ട് പോലും കോടതിയിൽ എന്തുകൊണ്ട് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുന്നില്ല എന്ന ചോദ്യം ഒരു വശത്ത് ഉയർന്നു വരും. ഇനിയുള്ള പ്രതികൾ പുറത്തിറങ്ങിയാൽ, ഇപ്പോൾ തന്നെ മുരാരി ബാബുവിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപം സർക്കാർ കേൾക്കുന്നുണ്ട്. മറ്റുള്ളവർ കൂടി പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും പ്രതിപക്ഷം അവരുടെ ആയുധം വലിയ ഊർജ്ജമുള്ളതാക്കി മാറ്റും. മാത്രമല്ല, സഭാ സമ്മേളനം നടക്കുന്നൊരു സമയമാണ്. അവിടെ ഈ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായാൽ സർക്കാരിനുണ്ടാകുന്ന പ്രതിസന്ധി ചെറുതല്ല. സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷത്തിൻ്റെ സമരം നേരിടേണ്ടി വരും. ഇന്ന് പോലും അക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നത് ഇത് കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്, അതുകൊണ്ട് പ്രതിപക്ഷം നടത്തുന്ന സമരങ്ങൾ അത് കോടതിക്ക് നേരെയുള്ള സമരമാണ് എന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു വ്യാഖ്യാനമുണ്ടായി. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ സഭ ചേർന്ന ശേഷം 2 ദിവസവും സഭ അലങ്കോലപ്പെട്ടത് സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇന്നും സഭയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നു. പാരഡി ഗാനം ഉൾപ്പെടെ പാടുന്ന നിലയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ അതുതന്നെയാണ്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. അവിടെയാണ് ഈ അന്വേഷണം വഴിതെറ്റിയാൽ, അന്വേഷണത്തിന് പാളിച്ച പറ്റിയാൽ അത് സർക്കാരിന് വലിയ ക്ഷീണമുണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതും. അപ്പം വ്യക്തമാണ്. VV വിനോദാണ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.